ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഇവല്യൂഷനെ കുറിച്ചായിരുന്നു, കോപ്പറേറ്റീവ് ലോയിൻ്റെ അല്ലേ. അപ്പം കേരളത്തിലുള്ള ലോസിൻ്റെ അല്ലേ, ഇവല്യൂഷൻ ഓഫ് ലോ ഇൻ കേരള പാർട്ട് 2 ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞല്ലേ, 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റെഗുലേഷൻ ആക്ട് 1914 കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കുറിച്ചാണ്. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ അവിടെ എന്തുണ്ടായിരുന്നു? 3 നിയമങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ 3 നിയമങ്ങളിൽ മലബാർ ഏരിയയിൽ ഉണ്ടായിരുന്ന മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. Up to the formation of the Kerala state, the present Malabar area was a part of Madras state. എന്താ പറയുന്നത്? നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന ടൈമിൽ മലബാർ ഏരിയ എന്ന് പറയുന്ന ഏതിൻ്റെ പാർട്ടായിരുന്നു? മദ്രാസ് സ്റ്റേറ്റിൻ്റെ പാർട്ടായിരുന്നു നമ്മുടെ മലബാർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആൻഡ് മദ്രാസ് ലാൻഡ് മോർട്ടഗേജ് ആക്ട് 1934 വേർ ആപ്ലിക്കബിൾ ടു ദ മലബാർ റീജിയൻ. എന്താ പറയുന്നത്? 2 ആക്റ്റാണ് മലബാർ റീജിയന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് അത്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട് അല്ലേ. പിന്നെ മദ്രാസ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ആക്ട് 1934. അങ്ങനെ 2 ആക്റ്റാണ് മലബാർ റീജിയന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1932. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 1932 ആക്ട് പാസ് ചെയ്തത്. ഇത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? 1 മലബാർ ഡിസ്ട്രിക്റ്റിന് ആപ്ലിക്കബിൾ ആണ്. 2 കാസർഗോഡ് താലൂക്കിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. കാസർഗോഡ് താലൂക്കിലും അതേപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്റ്റിലും ആയിരുന്നു ഏത് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ടു ഫെസിലിറ്റേറ്റ് ബെറ്റർ ലിവിങ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ പ്രൊഡക്ഷൻ. എന്താ പറയുന്നത്? നന്നായിട്ട് ജീവിക്കാനും നന്നായിട്ട് ബിസിനസ് ചെയ്യാനും നന്നായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും അല്ലേ, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ടു ഫെസിലിറ്റേറ്റ് ബെറ്റർ ലിവിങ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ പ്രൊഡക്ഷൻ. ഓക്കെ. ഇനി അടുത്തത് It also aimed at promoting thrift, self-help and cooperation among member agriculturists and persons with common economic interest. എന്താ പറയുന്നത്? ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള കർഷകരല്ലേ, അഗ്രികൾച്ചറിസ്റ്റുമാർ, അതേപോലെ തന്നെ കോമൺ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക. എന്ത്? ത്രിഫ്റ്റും സെൽഫ് ഹെൽപ്പും കോപ്പറേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു എയിമായിട്ട് പറയുന്നത്. ഓക്കെ. ആസ് പെർ ദിസ് ആക്ട് ഓൺലി 10 മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ 10 മെമ്പേഴ്സ് മാത്രം മതിയായിരുന്നു ഈ ആക്ട് പ്രകാരം. ഓക്കെ. സൊസൈറ്റീസ് രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ആസ് വെൽ ആസ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടും അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടും നമുക്ക് എന്ത് ചെയ്യായിരുന്നു? രജിസ്റ്റർ ചെയ്യാമെന്നായിരുന്നു ഈ ആക്ട് പ്രകാരം പറയുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് അണ്ടർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ ദ മലബാർ ഏരിയ, കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. കാൻബറ സൊസൈറ്റിയാണ്, പാലക്കാട്. 1909 ഇത് വന്നത്. ഓക്കെ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? മലബാർ ഏരിയയിൽ വന്നിട്ടുള്ള മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് കേട്ടോ. കാൻബറ സൊസൈറ്റി എന്നതിന് മറ്റൊരു പേരുണ്ട്. അപ്പം ഇത് വന്നത്, ഇതിൻ്റെ ഇയർ ഏതാണ്? 1909 പാലക്കാടാണ് വന്നത് കേട്ടോ. ഇനി നൗ ഇറ്റ് ഈസ് കോൾഡ് കൊടുവായൂർ അർബൻ ബാങ്ക്. കൊടുവായൂർ അർബൻ ബാങ്ക് എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. നേരത്തെ ഇതിൻ്റെ പേരെന്തായിരുന്നു? കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. കാൻബറ സൊസൈറ്റി പാലക്കാടാണ് 1909. ഇപ്പോൾ കൊടുവായൂർ അർബൻ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഇനി
Based on the date of registration, this society is said to be oldest cooperative society in Kerala. കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പറയുന്നത് ഈ ഒരു സൊസൈറ്റീനെയാണ് കേട്ടോ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ മലബാർ ഏരിയ. അപ്പം നമ്മൾ നേരത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മലബാർ ഏരിയ രജിസ്റ്റേർഡ് അണ്ടർ 1912 ആക്ട് പ്രകാരം. മറ്റേ 1932 ആക്ട് ആയിരുന്നു, ഇവിടെ 1912 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. പേരിൽ തന്നെ ഉണ്ട് അർബൻ ബാങ്ക് എന്ന് കേട്ടോ. കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, കൊടുവായൂർ, പാലക്കാട് ഡിസ്ട്രിക്ട്, 1915 ആണ്. അപ്പം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പറയണം? കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് കാൻബറ സൊസൈറ്റി, പാലക്കാടാണ്, 1909. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയണം? ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, കൊടുവായൂർ, പാലക്കാട് ഡിസ്ട്രിക്ട്, 1915. ഓക്കെ, 1915 ആണ്. മറ്റേത് 1909 ആയിരുന്നു കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റി 1909ഉം അർബൻ ബാങ്ക് 1915. അടുത്തത് മദ്രാസ് കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ലാൻഡ് മോർട്ടഗേജ് ആക്ട് വന്നത് 1934. നമ്മൾ ആദ്യത്തിൽ പഠിച്ചു. 2 ആക്റ്റാണ് എന്ത് മലബാർ ഏരിയയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് പഠിച്ചിരുന്നു. ഇനി പരസ്പര സഹായി ഈസ് ദ പബ്ലിക്കേഷൻ ഫ്രം മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. എന്താ പറയുന്നത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നേരത്തെ PYQലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പബ്ലിക്കേഷൻ ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സഹായിയാണ്. ഓക്കെ, പരസ്പര സഹായി ഈസ് ദ പബ്ലിക്കേഷൻ ഫ്രം മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു KSEB. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്, MCC എന്ന് പറയും. അപ്പോൾ എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ആദ്യമായിട്ട് അഫിലിയേറ്റ് ചെയ്ത സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് പറയണം? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, ഇനി MCC വാസ് ദ ഓൺലി സെൻട്രൽ ബാങ്ക് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ടൈമിൽ അവിടെ ആകെ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. അതേതാണ്? നമ്മുടെ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. അതിൻ്റെ പബ്ലിക്കേഷൻ ഏതാണ്? പരസ്പര സഹായിയാണ് കേട്ടോ പബ്ലിക്കേഷൻ. അതുപോലെ തന്നെ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മറ്റൊരു സവിശേഷത എന്താണ്? ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1917 കേട്ടോ. 1917 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 കൺട്രോൾഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഇൻ കേരള. നമ്മുടെ കേരളത്തിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ആക്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 ആണ്. ഇതും ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 കൺട്രോൾഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഇൻ കേരള. ഇനി അടുത്തത് പറയുന്നത് there are 2 regulated markets in കേരള. 2 റെഗുലേറ്റഡ് മാർക്കറ്റാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഏതൊക്കെയത്? തിരൂരും പൊന്നാനിയാണ് എന്ത് ചെയ്തത്? റെഗുലേറ്റഡ് മാർക്കറ്റുള്ളത്. അപ്പോൾ ഈ റെഗുലേറ്റഡ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933. മദ്രാസ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1933 ആണ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആയ തിരൂരും പൊന്നാനിയുള്ള റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇതിൽ കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ മലബാർ ഏരിയ. 1932 പ്രകാരമുള്ള ആക്ട് പ്രകാരം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് പറയേണ്ടത് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പാലക്കാട്, 1909 അല്ലേ. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? 1912 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്
അത് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് കൊടുവായൂർ പാലക്കാട് ഇൻ 1915 ആണ് കേട്ടോ. അടുത്തത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. രണ്ട് ആക്ടും കൂടെ ചേർന്ന് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും കൂടെ ചേർന്നിട്ട് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടായി മാറി 1951. ദ ആക്ട് 10 ഓഫ് 1952 എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ എന്താ പറയുന്നത് നോക്കാം. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ 1 ജൂലൈ 1949. 1949 ജൂലൈ 1 എന്ത് ചെയ്തത്? ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഫോം ചെയ്തത് അല്ലേ. ഇനി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1951. പേര് പോലെ തന്നെ ആക്ട് 1951 ആണ്. പിന്നെ ഇത് ഫോം ചെയ്തത് ഏത് ഇയറിലാണ്? സ്റ്റേറ്റ് 1 ജൂലൈ 1949 കേട്ടോ. 1949 ഫോം ചെയ്തു. 1951 ആക്ട് പാസ് ചെയ്തു. ഇനി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കം ഇൻ ടു ഫോഴ്സ് എന്നാണ് കം ഇൻ ടു ഫോഴ്സ് ആയതെന്നാണ് ചോദിക്കുന്നത്. ഇൻ 1952 ജൂൺ 3 1952 കേട്ടോ. 1951 ആക്ട് പാസ് ചെയ്തു. കം ഇൻ ടു ഫോഴ്സ് 1952 ജൂൺ 3 കേട്ടോ. അണ്ടർ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗിവൺ 6 years exemptions in case of audit free from the date of registration. എന്താ പറയുന്നത്? ഈ ഒരു ആക്ട് പ്രകാരം 6 വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ട? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 6 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ട. അതിൽ നിന്ന് എക്സംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 പ്രകാരം 6 വർഷത്തേക്ക് ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ട ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ശേഷം അന്ന് തൊട്ട്. അപ്പം 1 ജൂലൈ 1949 എന്ത് വന്നേ? ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് വന്നത്. 1951 ആക്ട് പാസ് ചെയ്തു. കം ഇൻ ടു ഫോഴ്സ് ആയത് ജൂൺ 3 1952 കേട്ടോ. ഇനി ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് റീനെയിംഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1954. അപ്പം എന്താ പറയുന്നത്? ട്രാവൻകൂർ കൊച്ചിൻ നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നതിന് ശേഷം നമ്മുടെ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് ചേഞ്ച് ചെയ്തു, റിനെയിം ചെയ്തു. അത് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി. 1954 ഇയർ വരുന്നത്. ഓക്കെ. When Kerala state was newly organized in 1956, 2 different cooperative laws were in operation. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ കാര്യം പാർട്ട് 1 ഉണ്ടാവും അത്. അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ടൈമിൽ 1956 അവിടെ 2 കോപ്പറേറ്റീവ് ലോസ് ആണുള്ളതാണെന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെയായിരുന്നു? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. മലബാർ ഏരിയയിലുള്ള മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണുള്ളത്. Hence, there was the necessity for a uniform legislation for entire state of Kerala. Accordingly, the government took initiative to bring in new legislation. എന്താ പറയുന്നത്? അപ്പോൾ അവിടെ ഒരു ആവശ്യം വന്നു, ഒരു യൂണിഫോം ലെജിസ്ലേഷൻ, എല്ലാവർക്കും ഒരേ നിയമം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ 2 ആക്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ 2 ആക്ട് പ്രകാരം ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അപ്പം ആ യൂണിഫോം ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഗവൺമെൻറ് പുതിയൊരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വന്നതാണ് ഫൈനലി ഇൻ 15th May 1969 ദ പ്രസൻറ്റ് ആക്ട് കോൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്. അപ്പം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വന്നത് ഏത് വർഷമാണ്? 15th May 1969. ഇതും ക്വസ്റ്റ്യൻ വരാം. 15th May 1969 എന്ത് വന്നത്? നമ്മുടെ ഇപ്പോഴത്തെ KCS ആക്ട് 1969 വന്നത് അല്ലേ. അപ്പം നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. അപ്പം നമ്മൾ പഠിച്ച എന്താ, നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ടൈമിൽ 2 ആക്ടുകളായിരുന്നല്ലേ ഉള്ളത്. ഏതൊക്കെയായിരുന്നത്?
ഒന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 അതേപോലെ തന്നെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഇനി കേരളം ഫോം ചെയ്യുന്നതിന് മുമ്പ് അവിടെ 3 ആക്ട് ഉണ്ടായിരുന്നു. അതേതൊക്കെയായിരുന്നു? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 അതേപോലെ തന്നെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആയിരുന്നു ഉണ്ടായിരുന്നത്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മലബാർ ഏരിയയിലും ബാക്കിയുള്ളത് ട്രാവൻകൂറുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചിനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, അപ്പം ഈ 3 കൂടെ ചേർന്നിട്ടാണ് പിന്നെ ഈ 2 ആക്റ്റായിട്ട് മാറുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം യൂണിഫോം ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ വരാൻ വേണ്ടിയിട്ടാണ് KCS ആക്ട് 1969 ആയി മാറുന്നത്. ഓക്കെ.